കൊച്ചിയിൽ വീണ്ടും തൊഴിലാളികൾ പെരുവഴിയിൽ. ടാൽഡ്രോപ്പ് കമ്പനിക്കെതിരെ പ്രതിഷേധം. ജോലിയും ശമ്പളവുമില്ലാതെ 300ഓളം ജീവനക്കാർ ദുരിതത്തിൽ. മുൻ മാസങ്ങളിലെ ശമ്പളം കുടിശ്ശികയുണ്ട് എന്നും ആരോപണമുണ്ട്. ഒക്ടോബറോടെ നഷ്ടപരിഹാരം നൽകുമെന്നാണ് കമ്പനിയുടെ വിശദീകരണം. 11 മാസത്തോളം സാലറി തന്നിട്ടില്ല. ഞങ്ങളോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പലവരെയും ടെർമിനേറ്റ് ചെയ്തു. സാലറി തരാമെന്ന് പറഞ്ഞിട്ട് ജാനുവരി മുതൽ ഓരോ ഡേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 300ഓളം പേര് സാലറി കിട്ടാണ്ട്. ഞങ്ങളിൽ ഇപ്പോൾ കൂട്ടത്തിൽ വന്നേക്കണം എത്ര പേരാണ്? ആകെ കുറച്ച് പേരാണ്. പലവർക്കും വരാൻ പോലുമുള്ള ബസ് കാശ് പൈസ ഇല്ല. ലേബർ കോർട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കേൾക്കുന്നത് 21 കമ്പനീസായിട്ട് ഇവർ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് 21 കമ്പനിയിലേക്കും ഞങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുമ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറയണത് നിങ്ങളെ 6 മാസം പോലും ആയിട്ടില്ല ഈ കമ്പനിയിൽ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള പോലും എലിജിബിലിറ്റി ഇല്ല എന്നാണ് പറയണത്. അത് ഒരു തരത്തിലും പോലീസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സാലറി പരമായിട്ടുള്ള ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അവർക്കും കേസെടുക്കാൻ കഴിയുന്നില്ല. നിതിൻ, വീണ്ടും ഒരു കമ്പനി AI വന്നതിനോടെ കമ്പനി പൂട്ടുകയാണെന്നൊരു വിശദീകരണം നൽകി. 300ഓളം ജീവനക്കാരാണ് ഇപ്പോൾ പെരുവഴിയിൽ നിൽക്കുന്നത്. അങ്ങനെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അവർക്ക് നോട്ടീസ് നൽകുക, അവർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണ്ടതുണ്ട്. അതിലൊന്നും നിൽക്കാതെ ഒക്ടോബറിൽ എപ്പോഴെങ്കിലും നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞ് കമ്പനിയിലേക്ക് കയറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ നീതികേടാണ്. നിതിൻ, തീർച്ചയായും അതായത് എറണാകുളം തൃക്കാക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാൽഡ്രോപ്പ് കമ്പനി അത് കേരളത്തിലെമ്പാടും വിവിധ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. 300ഓളം ജീവനക്കാരാണ് കേരളത്തിലെമ്പാടും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത്. ഇവരെയാണ് കഴിഞ്ഞ 11 മാസങ്ങൾക്ക് മുൻപ് മുതൽ പലർക്കുമായി ശമ്പളം മുടങ്ങുന്നു. ആ 11 മാസം മുതൽ 6 മാസം വരെ ശമ്പളം മുടങ്ങിയ ജീവനക്കാരുണ്ട്. ജീവനക്കാരെ പകുതി ആളുകളെയും പിരിച്ചുവിട്ടു. ഇവർ ഇതിന്റെ സബ് കമ്പനികളായി പ്രവർത്തിച്ചിരുന്ന പല കമ്പനികളും നേരത്തെ തന്നെ പൂട്ടുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത്. ഇവർക്ക് ശമ്പള കുടിശ്ശികയും അല്ലെങ്കിൽ നഷ്ടപരിഹാരവും അടക്കം നേരത്തെ തന്നെ നൽകാമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഈ മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു നയാ പൈസ പോലും ഈ ജീവനക്കാർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തൊരു സാഹചര്യത്തിലാണ് അവർ ഇത്തരത്തിലൊരു സമരത്തിലേക്ക്, കമ്പനിയുടെ മുൻപിൽ ഒരു സമരത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുന്നത്. കമ്പനി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ കൃത്യമായ ഒരു മറുപടിയും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതിനിടെ കമ്പനി അടച്ചുപൂട്ടിയത് ജീവനക്കാരുടെ ആശങ്ക ഇരട്ടിയാക്കുകയും ചെയ്തു. പലകുറി ഇത്തരത്തിലുള്ള ഉറപ്പുകൾ അധികൃതർ നൽകിയിരുന്നു. പക്ഷേ അതൊന്നും ഇവർ പാലിച്ചില്ല. പക്ഷേ ഇതേസമയം തന്നെ നമ്മൾ ഈ കമ്പനിയുടെ സിഇഒയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് കമ്പനി നിലവിൽ സാമ്പത്തികമായി വലിയ നഷ്ടത്തിലാണ്. പക്ഷേ ആരെയും താൻ പറ്റിച്ച് മുങ്ങില്ല. ഇതിലെല്ലാവർക്കും നഷ്ടപരിഹാരം നൽകും. പക്ഷേ തനിക്ക് കുറച്ച് സമയം വേണമെന്നാണ്. പക്ഷേ ഈ ഉറപ്പുകൾ കഴിഞ്ഞ കുറേ നാളുകളായി ജീവനക്കാർ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരസ്യമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് ജീവനക്കാർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശിനെയും ഒപ്പം മന്ത്രി അബ്ദുൾ ഗഫൂർ അടക്കമുള്ളവരെ ഇവർ കണ്ട് പരാതി നൽകിയിട്ടുണ്ട്. കമ്പനിയിലെ 300ഓളം ജീവനക്കാരാണ് നിലവിൽ പെരുവഴിയിലായിരിക്കുന്നത്. സമരത്തിനൊരുങ്ങുകയാണ് ജീവനക്കാർ.